ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്നത്, നിങ്ങൾ ശക്തരും ധീരരുമായിരിക്കുവിൻ. കർത്താവ് കൂടെയുണ്ട്. നാം ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ശത്രു നിന്റെ മുന്നിൽ തലകുനിക്കുന്നതിന് കർത്താവ് ഇടയാക്കും. നിന്നെ പരിത്യജിക്കുന്നവർ നിന്റെ മുൻപിൽ തലകുനിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണിത്. നീ സംഭ്രമിക്കേണ്ട. നീ ഏത് പ്രതിസന്ധികളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അവിടുന്നാണ് നിന്റെ രക്ഷ. അവിടുന്ന് നിന്നെ ഉയർത്തുന്ന ദൈവം. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിയമാവർത്തനം 31 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ശക്തരും ധീരരുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹപ്രദമാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ സന്നിധിയിൽ ബലഹീനരായ ഞങ്ങൾ, ശക്തിയറ്റവരായ ഞങ്ങൾ ശക്തരും ധീരരുമായിരിക്കുവാൻ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ധൈര്യത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ ഭയവും വേദനയും നിരാശയും എടുത്തു മാറ്റണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ മുന്നേ പോയി ഞങ്ങൾക്ക് വഴിയൊരുക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത മേഖലയിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജോലിക്കാര്യത്തിൻ്റെ തടസ്സങ്ങൾ, വിവാഹം ഇതുവരെ നടന്നിട്ടില്ല, വിവാഹാലോചനകൾ മുന്നോട്ട് നടക്കുന്നില്ല, നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിട്ടുമാറാത്ത രോഗം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നില്ല, ഇത് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിയിൽ സന്തോഷം കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങളെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത എല്ലാ കാര്യത്തിലും കർത്താവെ, ഇന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മുന്നേ നടന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ പദ്ധതികൾ മനസ്സിലാക്കാനുള്ള വിവേചന വരം നൽകണമേ. മാറ്റിവെച്ചിരിക്കുന്ന ജോലികൾ എല്ലാം ചെയ്തു തീർക്കുവാനുള്ള കൃപ തരണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സമയവും അവസരങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കുവാൻ കൃപ തരണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ വെറുക്കുന്നവരിൽ നിന്നും ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പദ്ധതികളെ തകർക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയെയും ഇന്ന് അങ്ങയുടെ അനുതാപത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ വഴികളിൽ വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയാക്കി മാറ്റണമേ. വലിയ നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജോലികളെയും ഉത്തരവാദിത്തങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും സന്നിധിയിൽ
ഞാൻ സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ശക്തി നൽകി, ധൈര്യം നൽകി, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എടുത്തു മാറ്റി വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. അങ്ങ് ഞങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നരുളിച്ചത് ഈശോനാഥ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ തരണമേ. കർത്താവേ, ഞങ്ങളെ വെറുക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും വിടുവിക്കണമേ. ഞങ്ങളോട് അസൂയ പുലർത്തുന്നവരിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും വിടുവിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സമയവും കഴിവുകളെയും അവസരങ്ങളെയും പൂർണ്ണമായി ഉപയോഗിക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ യാത്രകളിൽ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും സംരക്ഷണം നൽകണമേ. കുടുംബത്തിലെല്ലാവർക്കും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുവാനുള്ള അവസരം ഇന്ന് തരണമേ. കുടുംബത്തിൽ ഐക്യതയും സമാധാനവും നിലനിർത്തണമേ. എല്ലാ കലഹവും രോഗവും അസ്വസ്ഥതകളും സംശയവും പീഡനങ്ങളും കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്നേക്കുമായി മാറ്റണമേ, ദൂരീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരം ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ. എല്ലാ മേഖലയിലും കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കനിവുള്ള ദൈവമേ, അവരോട് കരുണ തോന്നണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് തുണയായിരിക്കുന്ന കർത്താവേ, ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റുന്ന കർത്താവേ, അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാ മേഖലകളിലും എല്ലാവരും സന്തോഷം കൊണ്ട് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരം ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ. കൂടുതൽ അധ്വാനിക്കുവാൻ, കൂടുതൽ നന്മ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റട്ടെ. കർത്താവിൻ്റെ അനന്തകൂടി നന്മകളാൽ ഇന്ന് നാം ഓരോരുത്തരും നിറയട്ടെ. സകല അഭിവൃദ്ധിയും നമുക്കുണ്ടാകട്ടെ. കർത്താവ് ഇന്ന് നിങ്ങളെ വഴി നടത്തും, സംരക്ഷിക്കും, പരിപാലിക്കും.
പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും സഹായവും ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.